ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇന്ന് ചുമ്മാ ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നി ഇത് ഇവിടേക്കൊന്ന് ഗാർഡനിങ് ചെയ്യാം. അപ്പോൾ നമ്മളത് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഇത് ഫുള്ളും ഇങ്ങനെ അലങ്കോലമായി കിടക്കുവാണ്. ഇതൊക്കെ ഇവിടെ കരിനൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മാളു നമുക്ക് ചായ കുടിച്ചിട്ടങ്ങ് തുടങ്ങാല്ലേ? ചായ അമ്മയുടെ വക നല്ല ഇലയപ്പമുണ്ട്. നമുക്കതൊന്ന് കഴിച്ചിട്ട് ഇവിടെ അങ്ങോട്ട് ക്ലീൻ ചെയ്ത് ഗാർഡനിങ് സെറ്റാക്കാം. എന്താ മാഡം ഇത് പറയുന്ന പേരെന്തോ എൻ്റെ ചോദിച്ചപ്പോ അങ്ങനെ എന്തോ ആണ്. ഈ പഴം മാത്രം ഇളക്കി തന്നെ കൊടുത്തോക്കാം. എന്താണെന്നറിയാമോ, ഇത് മാവിൻ്റെ അകത്ത് പഴം നിറച്ചിട്ട് വച്ച് വേവിക്കും. ഇഡ്ഡലി കുക്കറിൽ വെച്ച് വേവിക്കും. എങ്ങനെയുണ്ട്? സൂപ്പർ ടേസ്റ്റ്. ഞങ്ങളിത് മിക്കവാറും ഇത് ഉണ്ടാക്കാറുണ്ട്. ഇവിടെ താഴെ വാഴയൊക്കെ ഉണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളഞ്ഞ് വരുമ്പോൾ ഇതേപോലെ ഇഷ്ടംപോലെ വരും. അപ്പം ഇങ്ങനെ സ്ഥിരം ഉണ്ടാക്കാറുണ്ട്. ഈവനിങ് ടൈമിൽ ആ സ്റ്റെപ്പിലിരുന്ന് പുറത്തോട്ട് നോക്കിയിരുന്ന് എന്തെങ്കിലും സ്നാക്സോ ചായ എന്തെങ്കിലും കുടിക്കുന്ന നല്ല രസമായിട്ടോ. ചായ കുടിക്കട്ടോ. ആള് ചായ കുടിക്കത്തില്ല, ഒന്നും കഴിക്കത്തില്ല. ഇവിടെ ചക്കവറ്റെല്ലാം എടുത്ത് വെച്ച് കഴിക്കും. നമുക്ക് 2 ചക്കവറ്റൽ ബെല്ലയ്ക്കും കൊടുക്കാം. പാവം ബെല്ല അവിടെ നോക്കിയിരിക്കുന്നു, ഒളിച്ചു വെച്ച് കഴിക്കുന്നു. ഒളിച്ചു വെച്ച് കഴിക്കുന്നു. കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. മര്യാദയ്ക്ക് കൊടുത്തോ, മര്യാദയ്ക്ക് കൊടുത്തോ. ബെല്ല അറ്റാക്ക്, അറ്റാക്ക്, അറ്റാക്കടാ, അറ്റാക്ക്. ചിരിച്ചോണ്ടിരുന്നോ? ആദ്യം നമുക്ക് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാം. ക്ലീനിങ് പണി എടുക്കുവാന്ന് പറയുമ്പോ മാളൂന് അങ്ങോട്ട് അയ്യോ അയ്യോ അയ്യോ. Take me back to a place where I felt at home. Take me back to a day when we weren't alone. Take me back to an age when the world felt small. Way back before we blew it all. Take me back to a place where I felt at home. Take me back to a day when we weren't alone. Take me back to a... അപ്പോൾ ഈ ഗാർഡനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് നമുക്കിതേ ഈ വള്ളികളെല്ലാം തറയിലാക്കാം. എല്ലാം കരിഞ്ഞു പോയി കേട്ടോ വെയിലത്ത്. അതെല്ലാം നമുക്ക് തറയിലാക്കാം. വള്ളി നമുക്കല്ലേ തറയിലാക്കണം. കാര്യം എന്തെന്ന് അറിയാവോ, ഇതിലെന്നേ കുറച്ച് പച്ചപ്പ് വരുന്നുണ്ട്. മണ്ണിലൊക്കെ വീണ് എന്നാ പിന്നെ വേണ്ട, ഇത് തന്നെ അങ്ങ് പോട്ടെ. ഇത് ആക്കാൻ നിന്ന് കഴിഞ്ഞാലേ ചിലപ്പോ ഉള്ളതും കൂടെ പോകും. അതുപോലെ തന്നെ ഇത് ഇങ്ങനെ വളർത്തിരിക്കുന്നത് തന്നെ ഈ റോഡ് സൈഡായതുകൊണ്ട് പെട്ടെന്ന് പൊടി അടിക്കുമല്ലോ. അപ്പോൾ അതിൽ നിന്നുള്ളതെല്ലാം പ്രിവെൻഷന് വേണ്ടി കൂടിയാണ് ഇവിടെ വളർത്തിരിക്കുന്നതെന്ന് ജോമ എന്നോട് പറഞ്ഞത്. നല്ല ഗ്ലോ. ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കും. ഇനി ഇവിടെ കൂടെ നമുക്ക് ക്ലീൻ ചെയ്യണം കേട്ടോ. ജോമൻ ഈ ഭാഗമല്ലേ ഇനി ക്ലീൻ ചെയ്യാൻ പോകുന്നത്? പക്ഷെ ഇവിടെ ക്ലീൻ ചെയ്യണതേ ഭയങ്കര പാടാണ്. കാരണം ഇവിടുന്ന് ഇതുണ്ടോ വള്ളിയൊക്കെ ഇങ്ങനെ പടർത്തി വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം എടുത്താൽ മാത്രമേ ഇവിടെ കൂടെയൊക്കെ ഇങ്ങനെ കയറി പോയാലും ഒന്ന് ഇതിന് നമ്മൾ ഡിസ്ട്രോയ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇതിന് ഇങ്ങനെ നീട്ടെങ്കിൽ ഓൾറെഡി ഇതിൽ കൂടെ ഇങ്ങനെ കയറി അവിടെ എത്തി. ഈ അമ്മയുടെ കാര്യം അങ്ങനെയാണെങ്കിൽ അവിടെ കിടക്കട്ടെ. ഇപ്പം ഇത് നമുക്ക് ഇവിടെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഇപ്പോൾ പോവും. ഇതിപ്പോൾ അടുത്ത് കാച്ചിട്ട് അടുത്ത വട്ടം നമ്മൾ ചെയ്യുമ്പോൾ നല്ല രീതിക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. തൽക്കാലം ഇതിവിടെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അല്ലെങ്കിൽ ഇതിപ്പോൾ എല്ലാം നശിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ക്ലീൻ ചെയ്തിട്ട് മുളക് മാത്രം നടാം അല്ലേ? അപ്പോൾ ഗൈസ് ഇവിടെയാണ് കേട്ടോ നമ്മൾ മുളക് നടാൻ ഉദ്ദേശിക്കുന്നത്. ഇതിലാണ് അമ്മ സീഡ് ഇങ്ങനെ സെറ്റാക്കി എടുക്കുന്നത്. ആണോ? ആ, ഇവിടെ ഫുള്ള് കുറേ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ പോയി.
കരച്ചിൽ വരുന്നു കര. അപ്പൊ അടുത്തെന്താണ് മാളു പരിപാടി? ഇതിനെയൊക്കെ കിണ്ടിക്കളച്ചിടാനാണ് ജോമോ എന്നോട് പറഞ്ഞിരിക്കുന്നത്. നമുക്കിനി ഇതിനെ ഒന്ന് ഇളക്കിയിടാം, മണ്ണൊക്കെ ഇളക്കിയിട്ട് ഇതിനെ നടാം. മാളു അവിടെ കിണ്ടി നശിപ്പിക്കാനല്ല പറഞ്ഞു അതിന്. പിന്നെ അവിടെ കണ്ടോ, കിണ്ടി 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 വലിയ കുഴിയാക്കുന്നു. ഇവിടെ എന്തുവാ ഇങ്ങനെയല്ലേ? ഇങ്ങോട്ട് മാറിക്കേ. പോരാ, ആളിനെ കൊണ്ട് ഒരു പരിപാടി ചെയ്യിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ പോരാ. ഞാൻ സൂപ്പറായിട്ട് കളിച്ചിട്ടുണ്ട്. സൂപ്പറായിട്ട് ഇങ്ങനെയല്ല, അത് ഇങ്ങനെ ഇങ്ങനെ. മണ്ണിളക്കി കളിക്കുകയാണോ? ആ, നല്ല നമുക്ക് നടാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഇങ്ങനെ ഇളക്കാം. നിന്നെ കൂട്ടിയില്ലേ? ഞാൻ കൂട്ടാവേ. ജോമോന്റെ ഇവിടം വരെ ആയി. ഇനി ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലൊരു തരി തരിയായിട്ട് നിങ്ങൾ കിടക്കുന്നതുണ്ടോ? ആ കാണാൻ പറ്റുന്നുണ്ടോ? ആ തരി കിളികൾക്ക് കൊടുക്കുന്ന ഫുഡാണ് കേട്ടോ, അല്ലാതെ മണ്ണിലല്ല. ഓക്കെ, വെള്ളം എടുത്തെടുക്കട്ടെ. കുറച്ച് വെള്ളം ഇതിലോട്ട് ഒഴിക്കും. അപ്പോൾ ഈ സ്റ്റേറ്റാണ് കേട്ടോ വിത്ത് മുളകിൻ്റെ. ഇത് നമുക്ക് നടാം. മുളക് ഇതുപോലത്തെ മുളക് നമുക്ക് ഫുഡൊക്കെ വേണ്ടാക്കുമ്പോൾ ഫ്രഷായിട്ട് ഇവിടെ നിന്ന് എടുക്കാമല്ലോ. ഇതാ തോന്നുന്നു. നമുക്കിനി ഈ വിത്തിനെ നിനക്ക് വേണോടാ കിടത്തി എരിക്കും, നിനക്ക് പറ്റത്തില്ല. അപ്പം നമുക്കിനി ഇതിനെ നടാം. അവനതും വേണം. ഇത് കുറച്ചുകൂടെ എരിപ്പിക്കാം. മതി മതി മതിയായി. അതെ, ഇങ്ങനെ വിത്ത് ഇവിടെ നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തൂടെ കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് വളർന്ന ശേഷം നമ്മൾ അപ്ഡേറ്റ് അറിയിക്കാം ഗൈസ്. കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമ്മുടെ കൂടെ മുളക് നടാനായിട്ട്. നീ കണ്ടോടാ, നമ്മള് നട്ടത് കണ്ടോ? എങ്ങനെയുണ്ട്? വാ, നമുക്കിനി ഇവിടെ കുറച്ച് നേരം ഇരിക്കാം. കണ്ടോടാ, നീ കടിക്കുന്നു, ചെവി കടിച്ചു. അപ്പത്തേ വെള്ളം ഇരിക്കുന്നില്ല. നമ്മൾ കണ്ടോ, ചെടി കേട്ടോണ്ടോ? ചെടി കേട്ടോ? ചെടിയല്ലോ, മുളക് കേട്ടോണ്ടോ? കണ്ടോ? നമുക്കിനി എന്തൊക്കെ നമ്മൾ നടും ഇവിടെ. അപ്പോൾ നമ്മൾ ഗാർഡനിങ് ആയിട്ടാണ് വന്നത്, പക്ഷേ ഗാർഡനിങ് കോൺട്രോ നടന്നില്ല. ഇവിടെ ആക്ച്വലി കുറേ ചെടിയൊക്കെ ഇല്ലേ, അത് എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ അമ്മ തെറി വിളിക്കും. ഞാൻ വിചാരിച്ചു നമുക്കത് എല്ലാം എടുത്തിട്ട് ഒന്നേന്ന് വേറെ സെറ്റാക്കാം, പക്ഷെ അമ്മ കലിപ്പായി. അതുകൊണ്ട് ഇനിയിപ്പം നമ്മൾ മുളക് നട്ട് ഗാർഡനിങ് ഒതുക്കി. അങ്ങനെ ഗാർഡനിങ് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. നമുക്ക് ഗാർഡനിങ് അടുത്ത പ്രാവശ്യം ചെയ്യാം കേട്ടോ. ഗോൺ റോങ് അല്ലാത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നത്. ശരിക്കും ഇവിടെ കുറേ ചെടിയൊക്കെ മേടിച്ചിട്ട് അല്ലാതെ നട്ട് നമുക്ക് അങ്ങനെ ഒരു ഗാർഡനിങ് വീഡിയോ എന്തായാലും നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ മുളക് മാത്രമേ നടുന്നുള്ളൂ കേട്ടോ. ബെല്ല, എന്നാലും ഒരു ബൈ പറയണം. ബൈ പറയും.